രാവിലെ നമ്മുടെ ജിസേലിന്റെ കോഫി മോഷണവും കഴിഞ്ഞ് അനുവിന്റെ ബ്രേക്ക്ഫാസ്റ്റ് വൈകിയതിന്റെ സീനും കഴിഞ്ഞ ശേഷം നേരെ വന്നത് ജയിൽ നോമിനേഷനിലേക്കാണ്. നമ്മളെന്ത് വിചാരിക്കും, ജയിലിലേക്ക് വിടാൻ പോണത് ശൈത്യ സ്റ്റോറി പറഞ്ഞപ്പോ ചിരിച്ചോണ്ടിരുന്ന ആരിനെ ആയിരിക്കുന്നു. പക്ഷെ അല്ല, ജയിലിലേക്ക് പോകുന്ന ആരാണ്? ഒനീല്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയതും നമ്മുടെ ഒനീലിനും അഭിക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്ത് കാരണം എന്നറിയാമോ? നമ്മുടെ ആര്യൻ ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ചിരിച്ചല്ലോ ശൈത്യയുടെ സ്റ്റോറിയുടെ ഇടയ്ക്ക്. പക്ഷേ ഒനീലും അഭിയും ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ബഹളം വെക്കുകയും ഭയങ്കരമായ ബഹളവും ചീത്തവിളിയും ഒക്കെ ആയിരുന്നു കേട്ടോ. ഒനീല് റെനേനെയാണ് ഒരുപാട് ചീത്ത വിളിക്കുക മാത്രമല്ല ഭയങ്കരമായിട്ട് മോശമായിട്ട് വർത്താനം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അവിടെയുള്ള ആൾക്കാർ കേൾക്കുന്നുണ്ടായിരുന്നു. സോ നമ്മൾ ആരെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുക. അതിന് പകരം അവിടെ പോയിട്ട് ഭയങ്കര മോശം ലാംഗ്വേജും അതായത് എന്താ പറയണ്ട ഭയങ്കരമായ ക്യാരക്ടർ അസാസിനേഷനും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ബീപ്പായിരുന്നു, ലൈവിലും ഫുൾ ബീപ്പായിരുന്നു. ഒന്നും എപ്പിസോഡിൽ നേരെ ചുമ കാണിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒനീലിനെ പറഞ്ഞിട്ടുണ്ട്. അഭി ആദ്യം വിളിച്ചത് വലിയൊരു ചീത്തയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അഭിനെയും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആരിനെയും പറഞ്ഞിട്ടുണ്ട്. ആര്യൻ ഇവിടെ നൈസായിട്ട് രക്ഷപ്പെടുകയാണ് ചെയ്തത് ജയിൽ നോമിനേഷൻ. ഈ ഒനീലും അഭിയും കാരണം. അപ്പൊ ഷാനവാസ് പറഞ്ഞു വല്ല ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആരിനെ പറയായിരുന്നു. പക്ഷെ എന്തിനാണ് ഈ ബാക്കിയുള്ളവരെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തത്? അങ്ങനെയുണ്ടല്ലേ ഇവരിപ്പം തെറ്റ് ചെയ്ത ആള് പുറത്തും അത് ചൂണ്ടിക്കാട്ടിയ ആള് ജയിലിനകത്തോട് ഇപ്പൊ കിടക്കാൻ പോണത് ഒനിയിലും ജിസയിലും. പിന്നെ ക്യാപ്റ്റൻസി നോമിനേഷനിലാണെങ്കിൽ എല്ലാവർക്കും ക്യാപ്റ്റൻ ആവാൻ ആകെ കാര്യം എന്നറിയാമോ? അവർ ഏറ്റവും കൂടുതൽ ആളെ നോമിനേറ്റ് ചെയ്തത് ശൈത്യനെ. 2 ആഴ്ച ഈ വീട്ടിൽ നിന്ന് പുറത്താവണമെന്ന് പറഞ്ഞ ആളായിരുന്നു ശൈത്യ. പക്ഷെ ഇപ്പൊ അവർക്ക് എല്ലാവർക്കും ഇഷ്ടം ശൈത്യനെയാണ്. എന്തായിരിക്കും കാരണം ശൈത്യനെ നോമിനേറ്റ് ചെയ്യാൻ? പോട്ടെ, എന്തായാലും അവരൊരു പാചകമേള നടക്കുന്നുണ്ട്, സ്പോൺസേർഡ് ടാസ്ക്. ആ പാചകമേളയിൽ ഷാനവാസിന്റെ അനുവിന്റെ ടീമൊക്കെയാണ് ജയിച്ചത്. അപ്പൊ അതിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്നാലും ജയിലിൽ ഇപ്പൊ അവർക്ക് മുട്ടം പണിയാണ് ജിസേലിനും ഒനീലിനും കിട്ടാൻ പോകുന്നത്. ഓരോ സമയവും എണ്ണിക്കൊണ്ടിരിക്കണം. അതൊരു വലിയ പണി തന്നെയാണ്. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും.